നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ദാമ്പത്യ തത്വശാസ്ത്രം ഒരു പുസ്തകം ആക്കിക്കൂടെ? നല്ലപോലെ വിറ്റഴിയല്ലോ. സമാധാനം കൊണ്ട് ദരിദ്രരായവർ എന്റെ അടുത്ത് വരുവിൻ എന്നൊരു പരസ്യം നമുക്ക് ആദ്യം കൊടുക്കാം. എന്നിട്ട് പുസ്തകം അച്ചടിക്കാം. നല്ല കാര്യം. പുസ്തകരചന തുടങ്ങിയാലേ പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. എന്നോടുള്ള ഉപദ്രവവും തീരും. എന്താ രാവിലെ രണ്ടാളും കൂടി ഒന്ന് രണ്ടും പറഞ്ഞു വഴക്കായോ? ഒന്നും രണ്ടും പറഞ്ഞ അടിയൊന്നും ആയില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോ ഞാനങ്ങ് പിന്മാറും. മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വശാസ്ത്രത്തിൽ. മോളെ, ഇദ്ദേഹത്തിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. രാവിലെ മുതലും മൊത്തം തത്വശാസ്ത്രം. ദാമ്പത്യ തത്വശാസ്ത്രം എന്നോ മറ്റോ ഒരു പുസ്തകം എഴുതാൻ പോവാന്ന്. ആ മോളെ, അമ്മ രാവിലെ ഒരു കാര്യം ആലോചിച്ചോണ്ടാ എഴുന്നേറ്റ് വന്നത്. എന്താ അമ്മ? മീനാക്ഷി കാർത്തിയൊക്കെ എഴുന്നേറ്റോ? എഴുന്നേറ്റ് കാണുമല്ലോ, നേരെ ഇത്രയായില്ലേ? നീ അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. മീനാക്ഷി, മോളെ മീനാക്ഷി. എന്താ അമ്മേ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. കാർത്തിമോനെ വിളിച്ചോ? മുത്തശ്ശി പറഞ്ഞിട്ടാ. രാവിലെ തന്നെ ഹോളിൽ നിറഞ്ഞല്ലോ. ഇന്ന് എന്താണാവോ പ്ലാൻ? ശ്രദ്ധിക്കാം. എന്താ മുത്തശ്ശി? എന്താ മുത്തശ്ശി? കുഞ്ഞ് എഴുന്നേറ്റില്ലേ? ഇല്ല, നല്ല ഉറക്കത്തില. എന്താ മുത്തശ്ശി വിളിച്ചത്? ആ, ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ദേ, കൈമളേട്ടം കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്. നീ പറഞ്ഞോ രാജലക്ഷ്മി. സർവൈശ്വര്യ പൂജ തുടങ്ങാൻ പോവുകയല്ലേ? പ്രധാനപ്പെട്ട ഏത് പൂജ ഇവിടെ നടത്തിയാലും നമ്മൾ ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹ പൂജ നടത്തണം. അതാ ചെമ്പകമംഗലത്തെ ആചാരം. അത് ശരിയാ. മയിലാടുംപാറ ദുർഗാദേവി ക്ഷേത്രമാ ചെമ്പകമംഗലത്തിന്റെ കുടുംബക്ഷേത്രം. അവിടെ കുടികൊള്ളുന്ന ദേവി ചെമ്പകമംഗലത്തിന്റെ പരദേവതയാ. ഞങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി മുത്തശ്ശി. മോനും മീനാക്ഷിയും കൂടി ഇന്ന് രാവിലെ തന്നെ ആ ക്ഷേത്രത്തിൽ പോയി അനുഗ്രഹ പൂജ നടത്തണം. അത് കഴിഞ്ഞേ ഇവിടുത്തെ പൂജ നടത്താനാവും. ഞങ്ങൾ പോവാം മുത്തശ്ശി. ആ പ്രദേശം മുഴുവൻ മലയാ. ഫോൺ റേഞ്ച് കിട്ടില്ല. നിനക്ക് ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് പോയാൽ മതി. മലമൂടിലേക്കാ യാത്ര. ഇന്നലത്തെ കണക്കങ്ങ് തീർത്താലോ? ഇന്ദ്രജയെ വിളിച്ചങ്ങ് പറഞ്ഞാ മതി. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇന്ദ്രജയെ കൂട്ടുപിടിക്കണ്ട. അവരിവരെ ഒന്നും ചെയ്യില്ല. ഇത് എന്റെ കണക്കായിട്ടിരിക്കട്ടെ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ദേ, ആ ശ്രീകരെ അറിയണ്ട മൈഥിലി. ഇല്ല മുത്തശ്ശി. രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഒന്ന് കറങ്ങിയടിച്ചിട്ടൊക്കെ വാ. ചെല്ല്. ആ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.